ഒരു പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം യേശു ക്രിസ്തുവില് നമ്മൾ എബ്രഹാമിൻ്റെ മക്കളാണ് അല്ലെ, എബ്രഹാമിൻ്റെ സന്തതികളായിട്ടാണ് നമ്മൾ സ്പിരിച്വലി പറയുമ്പോൾ. നമ്മളിപ്പോൾ ജൂതന്മാരൊന്നും അല്ല, പക്ഷേ നമുക്കറിയാം എബ്രഹാമിനെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് പരിശോധനം ഏറ്റവരുടെയും പരിശോധനം ഏക്കാത്തവരുടെയും അല്ലെ, പരിശോധനം ഏറ്റവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ പിതാവാണ് എബ്രഹാം എന്ന് പറയുന്നത്. അപ്പം നമ്മളെല്ലാവരും എബ്രഹാമിൻ്റെ മക്കളായിരുന്നു അല്ലെ. നമ്മളുടെ പിതാവായിട്ടുള്ള എബ്രഹാം ഈ ലോകത്തിൽ തനിക്ക് ദൈവം തരുമെന്ന് പറഞ്ഞു ഇരുന്ന, വാഗ്ദാനം ചെയ്തിരുന്ന ഭൂമി കിട്ടിയിട്ട് പോലും അല്ലെ അതിലൊന്നും മനസ്സ് വെക്കാതെ അതൊന്നും അല്ല കാര്യമെന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെ, ദൈവം ശില്പിയായിരുന്ന അല്ലെ, ദൈവം ഡിസൈനറും ആർക്കിടെക്റ്റും എല്ലാം ആയിരുന്ന ആ ഒരു സിറ്റിക്ക് വേണ്ടി അല്ലെ, ആ സിറ്റിക്ക് വേണ്ടി അദ്ദേഹം കാത്തിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു കാര്യത്തിനും അദ്ദേഹത്തെ ഇളക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ പിതാവെങ്കിൽ അല്ലെ, നമ്മളുടെ സ്പിരിച്വൽ പിതാവ് അങ്ങനെയാണെങ്കിൽ നമ്മളും അങ്ങനെയായിരിക്കട്ടെ അല്ലെ. ദൈവം ശില്പിയായിരിക്കുന്ന ആ രാജ്യത്തിനായിട്ട്, ദൈവം ശില്പിയായിട്ട് ദൈവം തൻ്റെ സ്വന്തം കൈകൊണ്ട് പടുത്ത് ഉയർത്തിയിരിക്കുന്ന ആ രാജ്യത്തിനായിട്ട്, ആ സിറ്റിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം അല്ലെ. അതിനുവേണ്ടി നമുക്ക് വർക്ക് ചെയ്യാം. അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. മുമ്പോട്ട് പോയി നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവെ, സമയത്ത് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ സ്വന്തം കൈകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു സിറ്റി, ഫൗണ്ടേഷൻ ഉള്ള ഒരു സിറ്റി കർത്താവ് ലോർഡ് ഫാദർ അങ്ങ് പണ്ട് ഉയർത്തുകൊണ്ടിരിക്കുക കർത്താവെ. താങ്ക് യു ജീസസ്. അതിന്റെ പാട്ടാക്കുന്നതിന് വേണ്ടി കർത്താവെ യേശുവെ, അങ്ങ് ഞങ്ങളെ ആക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിലേക്ക് അങ്ങ് വരികയും പിതാവുമായിട്ട് ഞങ്ങൾ നിരപ്പിലാക്കുകയും ചെയ്തതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങളുടെ പാപങ്ങൾ ക്രിംസൺ റെഡ് പോലെയായിരുന്നു കർത്താവ് ലോർഡ് ഫാദർ, പക്ഷെ അതെല്ലാം വാഷ് ചെയ്ത് കളഞ്ഞുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് അങ്ങയിലൊരു ജീവൻ തന്നതിനായിട്ട് നന്ദി പറയുന്നു പിതാവ്. നന്ദി പിതാവ്. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളോട് സംസാരിക്കണമേ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇന്ന് നമുക്ക് എബ്രായർക്ക് ലേഖനത്തിലേക്ക് പോകും. അതിന്റെ 11ാമത്തെ ചാപ്റ്ററിന്റെ 8 തൊട്ട് 10 വരെയുള്ള വാക്കുകൾ. ഈ 11ാമത്തെ ചാപ്റ്റർ എല്ലാവർക്കും അറിയാവുന്ന ചാപ്റ്ററാണ്. വിശ്വാസ വീരന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററുകൾ അല്ലെ. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ നമ്മളും ഉൾപ്പെടണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം, നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. 8 തൊട്ട് 10 ഉള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: വിശ്വാസത്തിൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്തേക്ക് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്നു. വാഗ്ദത്തത്തിന് കൂട്ടവകാശിയായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അപ്പൊ നമുക്കറിയാം എബ്രഹാമിനെ തൻ്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്നും ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നും തനിക്കുള്ളതെല്ലാം വിട്ടിട്ട് അല്ലെ എബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കി. അപ്പൊ എബ്രഹാമിന്റെ ഫാദറിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ 11ാമത്തെ ചാപ്റ്റർ എബ്രായ ലേഖനത്തിലല്ല, ജെനസിന്റെ ഉൽപ്പത്തിന്റെ 11ലേക്ക് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും തേര തൻ്റെ മകനായ എബ്രഹാമിനെയും പിന്നെ എബ്രഹാമിന്റെ വൈഫായിട്ടുള്ള സാറായിനെയും പിന്നെ കൊച്ചുമകളുടെ ലോട്ടിനെയൊക്കെ ആയിട്ട് പുറപ്പെടുന്ന കാര്യം നമുക്കറിയാം. അപ്പൊ അദ്ദേഹത്തോടും ദൈവം പറഞ്ഞിരുന്നു അല്ലെ, എബ്രഹാമിനെയും കൊണ്ട് പുറപ്പെടുക എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു, അത് ഉറപ്പായിട്ട്. അപ്പൊ ഇവിടെ എബ്രഹാമിനോട് ദൈവം തനിക്ക് കൊടുക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകാൻ പോകുന്നത് എവിടെയാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കി, എബ്രഹാമിന് ഒരു കാര്യം അറിയാമായിരുന്നു അല്ലെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് വെറുതെ കൊച്ചു സ്ഥലം തരുന്നതിന് വേണ്ടിയല്ല. സ്ഥലം തരണമെങ്കിൽ ആ ഊർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലെ, ചാൾഡിയൻസിന്റെ നാടായിട്ടുള്ള ഉറില് അവിടെ എനിക്ക് സ്ഥലമുണ്ടല്ലോ, എനിക്കൊരു രാജ്യമുണ്ട് ഓൾറെഡി, എനിക്ക് സ്ഥലമുണ്ട് ഓൾറെഡി. പിന്നെ അവിടെ നിന്നെല്ലാം പോയി വേറെ ഒരു സ്ഥലത്തേക്ക് കൊണ്ട് എനിക്ക് സ്ഥലം തരുന്നതിനെ പറ്റി അല്ല പറയുന്നത് എന്നുള്ള കാര്യം എബ്രഹാമിനെ കൃത്യമായിട്ട് അറിയാമായിരുന്നു അല്ലെ. അതാണ് ഇവിടെ പറഞ്ഞത്. വിശ്വാസത്തിൽ തന്നെ എന്ത് പറയുന്നത്, അവകാശമായി കിട്ടുമെന്ന് പറയുന്ന ദേശത്തേക്ക് ദൈവം കൊണ്ടുപോയി അവകാശമായിട്ട് കിട്ടാനുള്ള കനാനിൽ ചെന്നതിന് ശേഷവും അദ്ദേഹം എന്താ ചെയ്തത്? ഒരു ടെന്റ് അടിച്ച് താമസിക്കുക ചെയ്തത്. അത് തന്നെയല്ല അദ്ദേഹം ചെയ്തത്. പിന്നെ തൻ്റെ മകനായിട്ടുള്ള ഐസക്കിനോടും പറഞ്ഞു കൊടുത്ത കാര്യം അല്ലെ, ഇവാഞ്ചലിസം നടത്തുക. അപ്പൊ യാക്കോബിനോടും പറഞ്ഞു, യാക്കോബ് കൊച്ചുമോനാണല്ലോ, കൊച്ചുമോനോട് പറഞ്ഞു ഇതാ കാര്യം മക്കളെ, ഇതാ കാര്യം. നമ്മളെ വാസ്തവ ദൈവം നമുക്ക്
എന്താ പറയുക, കനാനൊക്കെ തരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ലോകത്തുള്ളൊരു ഭൂമി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വഴി ഒരു രാജ്യത്തെ തന്നെ ദൈവം കെട്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യം തന്നെയല്ല, ഞാൻ പല രാജ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വാസ്തവമാണ്. അത് ഈ ലോകത്തിലെ കാര്യമാണ്, അല്ലെ? ഈ ലോകത്തിൽ ദൈവം ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിരിക്കും. പക്ഷെ ഇതിനേക്കാൾ ഉപരിയായിട്ട് വേറെ എന്തോ ഉണ്ട് ദൈവത്തിന്റെ മനസ്സിൽ. ഇതിനെപ്പറ്റി അല്ല ദൈവം ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇതല്ല. എനിക്ക് ഈ ലോകത്തിൽ ഈ കനാൻ തരുന്നതിനെ പറ്റിയോ, ഈ ലോകത്തിൽ എന്നെ എന്താ പറയാ കുറെ ആളുകളുടെ പിതാവാക്കുന്നതിനോ അതിനെപ്പറ്റി അല്ല. അത് മാത്രമല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. അതിനേക്കാളും വലിയ കാര്യമുണ്ട്, അല്ലെ? എന്നുള്ള ഒരു അറിവ് എബ്രഹാമിന് ഉണ്ടായിരുന്നു, അല്ലെ? അതുകൊണ്ടാണ്, ആ അറിവുള്ളത് കൊണ്ടാണ് ടെന്റ് അടിച്ച് താമസിക്കാനുള്ള ഒരു മനസ്സ് എബ്രഹാമിന് ഉണ്ടായതും, അല്ലെ? പിന്നെ ഐസക്കിനെ ബലി കൊടുക്കാൻ വേണ്ടി ഒരു പ്രശ്നവുമില്ല കൂളായിട്ട് സമ്മതിക്കാനും ഒക്കെ എബ്രഹാമിന് സാധിച്ചത്. കാരണം അറിയാമായിരുന്നു, ഞാൻ ഈ കാണുന്നതല്ല, എനിക്ക് വെറുതെ ഒരു ലാൻഡ് തരുമല്ല ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നുള്ള കാര്യം കൃത്യമായിട്ട് എബ്രഹാമിന് അറിയാമായിരുന്നു, അല്ലെ? അതുകൊണ്ട് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനായി കാത്തിരുന്നു. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ വാക്കുന്ന ഒരു കാര്യം നമുക്കറിയാൻ പറ്റും. ദൈവം നിർമ്മിച്ചതും ശില്പിയായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തിന് മാത്രമേ അടിസ്ഥാനമുള്ളൂ. നമ്മൾ ഈ കാണുന്നതിനൊന്നും അടിസ്ഥാനം, ഇത് ദൈവം സൃഷ്ടിച്ചതാണ്. പക്ഷെ ഇത് എന്നേക്കുമുള്ളതല്ല. എന്നേക്കുമായിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ആ ഒരു സ്ഥലത്തിന്, ആ നഗരത്തിന് മാത്രമേ അടിസ്ഥാനമുള്ളൂ. ഈ ലോകത്തെ കാണുന്ന എല്ലാം പോകുന്നതാണ്, അല്ലെ? നമുക്കറിയാം, അല്ലെ? ഇപ്പൊ രണ്ടാമത്തെ പത്രോസിലൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്നതാ, അല്ലെ? എല്ലാ മൂലപദാർത്ഥങ്ങളൊക്കെ ആ ദൈവത്തിന്റെ വരവിൽ അതിങ്ങനെ എന്താ പറയാ ലയിച്ചു പോകുന്ന, അത് മെൽറ്റായി പോകുന്ന ഒരു സമയം വരുന്നു, അല്ലെ? ദൈവം ഈ ഭൂമിയെയും നമ്മൾ കാണുന്ന ആകാശത്തെ എല്ലാം മാറ്റിക്കളയുന്ന ഒരു സമയം വരുന്നു. അതെല്ലാം വരുന്ന കാര്യങ്ങളാണ്. ദൈവത്തിന്റെ വചനം ഒരിക്കൽ പോലും മാറ്റമില്ലാത്തതാണ്, അല്ലെ? ദൈവം കള്ളത്തരം പറയാത്ത വ്യക്തിയാണ്. അപ്പൊ എബ്രഹാമിന് അറിയാമായിരുന്നു, ഞാൻ ഈ കാണുന്നതൊന്നുമല്ല കാര്യം എന്നുള്ള കാര്യം എബ്രഹാമിന് അറിയാമായിരുന്നു. അങ്ങനെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു എബ്രഹാമിനെ പറ്റി പറഞ്ഞത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ 8-ാമത്തെ ചാപ്റ്റർ 56-ാമത്തെ വാക്കില് എന്താ പറയാ എബ്രഹാമിനെ പറ്റി പറഞ്ഞു, നിങ്ങളുടെ പിതാവായ എബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ടു സന്തോഷിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു, അല്ലെ? അപ്പൊ യേശു പറയുക, എന്റെ സമയം വരുന്നത് എബ്രഹാമിന് അറിയാമായിരുന്നു. അത് കണ്ടിട്ട്, വിശ്വാസത്താൽ കണ്ടിട്ട് ഉല്ലസിച്ച വ്യക്തിയാണ് എബ്രഹാം. എന്ന് വെച്ചു കഴിഞ്ഞാല് ഈ തനിക്കുള്ളതൊന്നും ഒരു കാര്യമല്ലെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാൻ. എബ്രഹാം അത് തന്റെ മകനായ ഐസക്കിനോട് പറഞ്ഞു. ഐസക്ക് തന്റെ മക്കളായിട്ടുള്ള എന്താ യാക്കോബിനോട് പറഞ്ഞിട്ടുണ്ടാവും, ഈസാവിനോട് പറഞ്ഞിട്ടുണ്ടാവും. ഈസോ എത്രമാത്രം കാര്യമായിട്ട് എടുത്തിട്ടുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ, അല്ലെ? ഈസോ അത് കാര്യമായിട്ട് എടുത്തില്ല. അതുകൊണ്ടാണല്ലോ തന്റെ ഫസ്റ്റ് ബോൺ എന്നുള്ളൊരു അവകാശം, അല്ലെ? ആദ്യപുത്രൻ എന്നുള്ള ആ ഒരു അവകാശം വരെ വേണ്ടെന്ന് വെച്ചിട്ട് പോകാനുള്ള മനസ്സ് അദ്ദേഹത്തിന് തോന്നുന്നു. അപ്പൊ ജേക്കബ് അത് ഏറ്റെടുത്തു, അല്ലെ? അപ്പൊ ഒന്നാമതേ നമ്മൾ തന്നെ മനസ്സിലാക്കുക, ഈ ലോകത്തിന്റെ പാട്ടായിട്ട് നിൽക്കാതിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് റോമക്കത്ത് ലേഖനത്തിൽ 12-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ 2-ാമത്തെ വാക്കിൽ ദൈവം പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കില്ലേ. നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ലോകവുമായിട്ട് നമ്മൾ അനുരൂപപ്പെടാതെ, അല്ലെ? ഈ ലോകത്തിന്റെ എന്താ പറയാ പാട്ടാകാതെ, ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. 2-ാമത്തെ വാക്കിന് പറഞ്ഞു, ഈ ലോകത്തിന് അനുരൂപമാക്കാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, മനസ്സ് പുതുക്കിയവരായിരിക്കുക, അല്ലെ? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടവർ ആയിരിക്കുക. നമ്മൾ ഈ ലോകത്തിന്റെ പാട്ടല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത് തന്നെയാണ് എബ്രഹാമിന് തന്നെയല്ല ഈ കാര്യം പിടികിട്ടിയത്. മോസസിന് ഈ കാര്യം പിടികിട്ടി, ഡേവിഡിന് ഈ കാര്യം പിടികിട്ടി, അല്ലെ? നമുക്ക് ഈനോക്കിന് ഇത് അറിയാമായിരുന്നു, അല്ലെ? നോവയ്ക്ക് അറിയാമായിരുന്നു. ദൈവത്തിന്റെ ഒപ്പം നടന്ന വ്യക്തികൾക്കെല്ലാം അറിയാമായിരുന്നു, ഞങ്ങൾ ഈ ലോകത്തിന്റെ പാട്ടിൽ, ഞങ്ങൾ ഇവിടെ നിൽക്കേണ്ടവരല്ല, അല്ലെ? ഞങ്ങൾക്ക് ഈ ലോകത്തിന്റെ കാര്യമില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തവരാണ്. അപ്പൊ നമുക്കറിയാം, മോസസിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഫറവോന്റെ മകളെ അഡോപ്റ്റ് ചെയ്ത് വളർത്തിയ കുഞ്ഞാണ് മോസസ്, അല്ലെ? അപ്പൊ ആ മോസസിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്റ്റ് അന്നത്തെ വലിയ ഒരു കാര്യമാണ്, അല്ലെ? ആ ഫറവോന്റെ കൊച്ചുമകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ വലിയ ഒരു
ദാനമാണത് അല്ലെ. അപ്പൊ ഈ ഫറവോനെ പറ്റി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫറവോ അന്ന് ഈജിപ്തിലെ ദൈവത്തെ പോലെയാണ്, ഏറ്റവും വലിയ ആളാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫറവോന് ടോപ്പ് മോസ്റ്റ് വാർലോക്ക് ആണ്. വാർലോക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലേ, മന്ത്രവാദി അല്ലെ. അപ്പൊ അന്നത്തെ മന്ത്രവാദികളുടെ ചീഫായിരുന്നു ഫറവോ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് മോസസ് ദൈവം കാണിച്ച ദൈവം മോസസിൽ കൂടെ ചെയ്ത ആ ഒരു അത്ഭുതങ്ങളല്ല, സയൻസ് എല്ലാം തന്റെ മുമ്പിൽ കാണിച്ചപ്പോ ഫറവോ എന്ത് ചെയ്ത, ഫറവോ തന്റെ മജീഷ്യന്മാരെ വിളിച്ചതിന്റെ കാര്യം, കാരണം ഫറവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ദൈവത്തെ പോലെയായിരുന്നു അല്ലെ, ഈജിപ്തിലെ ദൈവത്തെ പോലെയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഈജിപ്തിന്റെ ദൈവമായിട്ടിരിക്കുന്ന ഫറവോന്റെ കൊച്ചുമകനായിട്ട് ഉല്ലസിച്ച് നടക്കുന്നതിനായിട്ട് പകരം അല്ലെ, ഈജിപ്തിന് തനിക്ക് തരാൻ പറ്റുന്ന ട്രഷറുകളും തനിക്ക് തരാൻ പറ്റുന്ന നിധികളൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് യേശുക്രിസ്തുവിൽ തനിക്ക് ഉള്ള അല്ലെ ആ നിന്ന, അതാണ് ഏറ്റവും വലിയ ധനമെന്ന് എണ്ണിക്കൊണ്ട് അല്ലെ മോസസ് പിതാവിന്റെ മക്കളുടെ ഒപ്പം അല്ലെ ദൈവത്തിന്റെ മക്കളുടെ ഒപ്പം നിൽക്കാൻ വേണ്ടി താല്പര്യം കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ എബ്രായരുടെ ലേഖനത്തിന്റെ 11-ാമത്തെ ചാപ്റ്ററിൽ തന്നെ 24 തൊട്ട് 27 വരെയുള്ള വാക്കുകൾ. അപ്പൊ അവർക്ക് അറിയാമായിരുന്നു, മോസസിനും അറിയാമായിരുന്നു, താൻ കാണുന്ന ഈ ഏറ്റവും വലിയ ധനം അല്ലെ, ഇപ്പൊ എബ്രഹാമിനുള്ളതിനേക്കാളും റിച്ച് ആയിരുന്നു അല്ലെ ഫറവോ എന്ന് പറഞ്ഞാല്. എബ്രഹാമിനേക്കാളും ഭയങ്കര അധികം ധനവാനായിരുന്നല്ലോ ഫറവോ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതൊക്കെ മോസസിന് വന്ന് ചേരുന്നു. പക്ഷെ മോസസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു കാര്യമേ അല്ല അല്ലെ. ഇത്ര ഈ പണം, ഈ ലോകത്ത് കിട്ടുന്ന പണമൊന്നും ഒരു കാര്യമല്ലെന്ന് വെച്ചുകൊണ്ട്, ഈ ലോകം എന്റേതല്ല, എനിക്ക് ഇതിന്റെ കൊണ്ട് ഒരു കാര്യമില്ലെന്നൊരു തീരുമാനം എടുത്ത വ്യക്തിയായിരുന്നു മോസസ്. നമുക്കറിയാം ഡേവിഡും അങ്ങനെ തന്നെയായിരുന്നു. ഡേവിഡിന്റെ ആഗ്രഹം, ഡേവിഡ് രാജാവായിരുന്നു, ഡേവിഡിന്റെ ആഗ്രഹം 27-ാമത്തെ സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്റെ ദൈവത്തിന്റെ കാൽക്കീഴിലിരുന്ന് ദൈവത്തിന്റെ ബ്യൂട്ടി ഒന്ന് കണ്ടാൽ മതി അല്ലെ. ഗമാലിയലിന്റെ അടിയിൽ പഠിച്ച ഒരു വ്യക്തിയായിരുന്നു പോളിന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പോൾ എവിടെ പോയെന്ന് പറഞ്ഞാലും പോളിന് ആൾക്കാർ തല്ലുമായിരുന്നു അല്ലെ. റിവൈവൽ നടക്കും ഒന്നെങ്കിൽ അല്ലെങ്കിൽ തല്ല് കിട്ടും, അതായിരുന്നു പോളിന്റെ ഒരു അവസ്ഥ. പോളിന് ദൈവം അങ്ങനെയാണ് ആക്കി വെച്ചിരുന്നത്. അപ്പൊ പോൾ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, നമുക്ക് ഈ ലോകത്തിൽ കിട്ടുന്ന അല്ലെ നൈമിഷികമായിട്ടുള്ള ഈ കഷ്ടപ്പാട് അല്ലെ കുറച്ച് നേരത്തേക്കുള്ളൂ. 2 കൊരിന്ത്യർക്ക് ഇതിലേക്ക് 4-ാമത്തെ ചാപ്റ്റർ 16 തൊട്ട് 18 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 17-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, തൊടുനേരത്തേക്കുള്ള ഞങ്ങളുടെ ഈ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം നിങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. നേരത്തേക്കുള്ളെന്ന് പറയാം. പോൾക്ക് എത്ര വർഷങ്ങളോളം മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഉപദ്രവം ഏറ്റ വ്യക്തി എന്നറിയോ, ദൈവത്തിന് വേണ്ടി യേശുവിന് വേണ്ടി നിൽക്കുന്നതിന് വേണ്ടി അല്ലെ. അപ്പോ അങ്ങനെ ഏറ്റിട്ടും പോൾ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ഇത് ഞങ്ങൾക്ക് കിട്ടാനിരിക്കുന്ന ഗ്ലോറിയനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒന്നുമല്ല. വാസ്തവമാണ്, എനിക്ക് ഒരുപാട് കഷ്ടപ്പാട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി കൊരിന്ത്യർക്കെതിരകത്ത് തന്നെ പോൾ പറഞ്ഞിട്ടുണ്ട്. തനിക്ക് കിട്ടിയ കഷ്ടപ്പാടിനെ പറ്റി, അടികളെ പറ്റി എത്ര എണ്ണം അല്ലെ, 40 അടിയൊക്കെ കിട്ടിയതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഷിപ്രൊക്കെ ഉണ്ടായതിനെ പറ്റിയൊക്കെ പറഞ്ഞിരിക്കുക. പോൾ വളരെയധികം സംസാരിച്ചിരിക്കുക, തന്നെ അനുഭവിച്ച ഭക്ഷണം ഇല്ലാതിനെ പറ്റി അല്ലെ, കാരാഗ്രഹത്തിൽ കിടക്കുന്നതിനെ പറ്റി എല്ലാം പോൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് പോൾ പറയും, ഇതൊന്നും ഒരു കാര്യവുമില്ല, എനിക്ക് വരാനിരിക്കുന്ന, എനിക്ക് കിട്ടാനിരിക്കുന്ന ഗ്ലോറിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് നൈമിഷികമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. കാരണം അവരുടെ കണ്ണ് എപ്പോഴും ദൈവത്തിലായിരുന്നു അല്ലെ. ദൈവം ആണ് അവർക്കുള്ള ഏറ്റവും വലിയ ആ ഒരു ഇൻഹെറിറ്റൻസ് എന്നുള്ള കാര്യം അവർക്കറിയാമായിരുന്നു. വരാനിരിക്കുന്ന ഫൗണ്ടേഷനുള്ള സിറ്റിയെ പറ്റി അവര് വളരെ അധികം എന്താ പറയാ ആഗ്രഹിച്ചു, അതിനുവേണ്ടി അവർ ജീവിക്കുകയും ചെയ്ത വ്യക്തികളാണ്. ഇന്നും ദൈവം നമ്മളോടും പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. വരാനിരിക്കുന്ന സിറ്റി അല്ലെ, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള സിറ്റി, ദൈവം തന്നെ ആർക്കിടെക്റ്റ് ആയിട്ട് ഫൗണ്ടേഷനോടുകൂടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ന്യൂ ജെറുസലേമിന്റെ പാട്ടാകാൻ നമുക്കും ശ്രമിക്കുക. അതിനെപ്പറ്റിയാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോകാൻ നമുക്കൊരു ജീവിതമേ ഉള്ളൂ, പക്ഷെ നേടാനാണെങ്കിൽ ദൈവമാണ്, യേശുക്രിസ്തുവാണ് നമുക്കുള്ളത്. നമ്മൾ നേടുന്നവരായിരിക്കണം. ഈ ലോകത്തിന്റെ പാട്ടാകാൻ നമ്മൾ പോകരുത് ഒരു കാരണവശാലും അല്ലെ. ഒരു കാരണവശാലും നമ്മൾ ലോകത്തിന്റെ പാട്ടാകാൻ പോകരുത്. ക്രിസ്ത്യൻ വോക്ക് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒപ്പമുള്ള നടപ്പെന്ന് പറഞ്ഞാൽ അത് സൺഡേ രാവിലെ പോകുന്ന ചർച്ചിൽ കൊണ്ട് തീരുന്ന പരിപാടി ആകരുത് സുഹൃത്തുക്കൾ. അതിനെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത്, തങ്ങളെ ചോര കൊടുത്താണ് അവൻ നമ്മളെ വീണ്ടെടുത്തിരുന്ന എങ്കിൽ അങ്ങനെ തന്നെ നമ്മുടെ ജീവിതം അവന്റെ കയ്യിലേക്ക് കൊടുക്കണം. എന്താന്ന് പറഞ്ഞാലും വേണ്ടില്ല, എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ യേശുവിനെ എന്നുള്ള തീരുമാനം പോൾ എടുത്ത പോലെ തന്നെ ഒരു തീരുമാനം നമുക്ക് എടുക്കണം. അപ്പൊ പോൾ പറഞ്ഞു 2 തിമോത്തിയുടെ 4-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞാൻ എന്റെ ഓട്ടം തികച്ചു അല്ലെ, ഞാൻ നല്ല പോര് പൊരുതി, ഞാൻ എന്റെ വിശ്വാസത്തെ കാത്തു.
എന്ന് പോലും പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതുപോലെ പറയാൻ പറ്റുന്ന വ്യക്തികൾ ആയിരിക്കണം അല്ലെ. യേശുവിന്റെ രാജ്യത്തെ നോക്കി റിജോയ്സ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളായിരിക്കണം നമ്മൾ. അല്ലെങ്കിൽ നമുക്ക് തന്നെ നഷ്ടപ്പെട്ടു പോകും. നമ്മളെ ഒരാളെ പോലും നഷ്ടപ്പെട്ടു പോകണമെന്ന് പിതാവ് ഒരിക്കൽ പോലും ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയല്ല സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് വിട്ടത്. ദൈവം ഈ ലോകത്തിലേക്ക് സ്വന്തം പുത്രനെ വിട്ട് തനിക്ക് ലോകത്തോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടാണ് അല്ലെ. ഒരിക്കൽ പോലും ആ സ്നേഹത്തിന് ഒരിക്കൽ പോലും എന്താ പറയുക തീർപ്പുണ്ടാകത്തില്ല. ദൈവം അത്രയധികം ആഗ്രഹിക്കുന്നു നമ്മളെ. അപ്പോ നമുക്ക് എന്താ പറയാ അവനിലേക്കാകാം. ഈ ലോകത്തിന്റെ ഒരു കാര്യത്തിന് നമ്മളെ ഒന്ന് ടച്ച് ചെയ്യാനുള്ള ഒരു ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ അല്ലെ. ഒന്നിനും തന്നെ നമ്മൾ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവില്ലാതിരിക്കട്ടെ അല്ലെ. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട്, അതിനേക്കാൾ ഈ ലോകത്തിന്റെ കാര്യത്തിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ എന്താ പറയുക ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾ നമുക്കാകാം അല്ലെ. അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ദൈവം ശില്പിയായിട്ട് ഫൗണ്ടേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ദൈവം തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ആ സിറ്റിന്റെ പാട്ടകം അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗാഡ്. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി മാസ്റ്റർ. അങ്ങയുടെ വചനത്തിനാണ് നന്ദി പറയുന്നു. ഞങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നതിനാണ് നന്ദി പറയുന്നത് കർത്താവെ. ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ കർത്താവ് ലോർഡ് ഫാദർ ഞങ്ങൾ അങ്ങയിലായിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ കർത്താവ്. ഞങ്ങൾക്ക് അങ്ങയുടെ പാട്ടായിരിക്കണം കർത്താവെ. ഈ ലോകം ഓഫർ ചെയ്യുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് വേണ്ട കർത്താവെ. ഞങ്ങൾക്ക് അങ്ങയുടെ പാട്ടായ മതി. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗാഡ്. ഞങ്ങളെ അങ്ങയുടെ വഴി കൂടെ നടക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരുന്ന അപേക്ഷിക്കുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു. ഒന്നിനും തന്നെ ഈ ലോകത്തിൽ ഒന്നിനും തന്നെ ഞങ്ങളെ ഇളക്കാനോ കുലുക്കാനോ മോഹിപ്പിക്കാനുള്ള കഴിവില്ലാതിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കുന്ന പേര് യേശുവിൻ നാമത്തിൽ. എന്നെ കേട്ട നന്ദി ദൈവത്തെ മാത്രം.